ഒരു സ്റ്റാർട്ടപ്പ് വില നിർണ്ണയിക്കുന്നതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രോഡക്റ്റിൻ്റെ വില കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് എക്സ്പെൻസസ് കാൽക്കുലേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. ഇതിന് വേരിയസ് പാരാമീറ്റേഴ്സ്, അതുകൊണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് നമ്മൾ നിർണ്ണയിക്കേണ്ടത്. അതാണ് നമ്മുടെ അടിത്തറ, അല്ലെങ്കിൽ നമ്മുടെ പില്ലർ ഓഫ് ദ കമ്പനിയുടെ പില്ലറാണത്. അതുകൊണ്ട് അതിന് കോസ്റ്റ് അക്കൗണ്ടൻസ് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരുണ്ട്, CA കോസ്റ്റ് അക്കൗണ്ടൻസ്. അവർക്കറിയാം ഈ പ്രോഡക്റ്റിന് എന്ത് വില നിർണ്ണയിച്ച് മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. ആ പ്രൈസ് വയബിൾ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്രോഡക്റ്റിനെ പോയിട്ട് മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റൂ. മേ ബി നിങ്ങളുടെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രൈസിങ് ഒരു പാരാമീറ്റേഴ്സ് ആയിരിക്കില്ല. പക്ഷേ അതല്ല, കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായും മാർക്കറ്റിൽ ഇറങ്ങി കോമ്പറ്റേറ്റീവ് പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങും സ്കീംസും ട്രേഡ് മാർജിനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിസ്ട്രിബ്യൂട്ടർ മാർജിൻ എന്താണ്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റിന് എത്ര കൊടുക്കുന്നു, റീറ്റെയിലർക്ക് എന്ത് മാർജിൻ വേണം, അത് MRPയുടെ പ്രൈസ് എന്നാണോ എടുക്കേണ്ടത്, അല്ല നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്നാണോ എടുക്കണം എന്നുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നിങ്ങളൊരു പ്രൈസിന് പ്രോഡക്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ സംഗതി ശരിയാകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കോസ്റ്റ് അക്കൗണ്ടിനെ സമീപിച്ച്, സാർ ഇന്ന മാതിരി ഞാനൊരു പ്രോഡക്റ്റ് ഇറക്കണം, ഇതാണ് ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് അയാൾ ചോദിക്കുന്ന രീതിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പെർഫെക്റ്റ് കോസ്റ്റിംഗ് ലഭിക്കും. കാരണം കോസ്റ്റിങ്ങിൽ പല പാരാമീറ്റേഴ്സ് അവർ എടുത്തിട്ടാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടിന് വന്ന് പ്രൈസ് ഡിക്ലെയർ ചെയ്യുക. ആ പ്രൈസ് സസ്റ്റൈനബിൾ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. അതിൽ ബ്രേക്ക് ഈവൻ പ്രൈസ് എന്ന് തരും. ഈ ബ്രേക്ക് ഈവൻ ഇത്രയും വോള്യൂം വരുമ്പോൾ അത് ബ്രേക്ക് ഈവൻ പ്രൈസായി മാറും. അങ്ങനെ പല രീതിയിലാണ് ആ പ്രൈസ് ചെയ്യുക. വോള്യൂം അനുസരിച്ചും പ്രൈസിങ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ സ്റ്റേജിൽ ഇത്ര പ്രൈസിങ് ആണെങ്കിൽ പിന്നീട് അത് ബ്രേക്ക് ഈവൻ പ്രൈസ് കഴിയുമ്പോൾ വേറെ പ്രൈസിങ് ഫാക്ടേഴ്സ് എല്ലാം അവർക്ക് അതിനെക്കുറിച്ച് വളരെ തറോ സ്റ്റഡി ചെയ്തവരാണ് അവർ. അതിനാണ് ഈ കോസ്റ്റിംഗ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത്. ദയവായി ചെയ്ത് ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഒരു പ്രൈസിങ് നിർണ്ണയിക്കുമ്പോൾ അവരൊരു കോസ്റ്റ് അക്കൗണ്ടിനെ സമീപിച്ച് അവരിൽ നിന്നും ഗൈഡൻസ് എടുത്ത് വേണം ഒരു പ്രൈസ് നിർണ്ണയിക്കാൻ. നിങ്ങൾ പ്രൈസ് നിർണ്ണയിക്കാൻ സാധ്യമല്ല. കാരണം അവർക്ക് അറിയുള്ളൂ അതിൻ്റെ വിധികൾ എങ്ങനെയാണ് ഒരു പ്രൈസ് നിർണ്ണയിക്കുക എന്നുള്ള. അവർ വേരിയസ് കോസ്റ്റ് കോമ്പോണൻറ്റ് എന്ന് പറയും. ആ കോസ്റ്റ് കോമ്പോണൻറ്റ് എല്ലാം എടുത്താൽ മാത്രമാണ് നമ്മുടെ പ്രൈസിങ് പെർഫെക്റ്റ് പ്രൈസിങ്ങായി മാറും. ദയവ് ചെയ്ത് എക്കാരണം കൊണ്ടും വിത്തൗട്ട് എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് നിർണ്ണയിക്കേണ്ട. അത് നിർണ്ണയിച്ച് നിങ്ങളായി ഒരു ഐഡിയ ഇട്ട് ഒരു പ്രൈസ് ഇടല്ലേ. ദയവ് ചെയ്ത് അത് നിങ്ങളൊരു ബിസിനസ്സിനെ വളരെയേറെ ബാധിക്കും. ഇതൊരു അഡ്വൈസായി സ്വീകരിച്ച് ആദ്യമായി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ആ പ്രോഡക്റ്റ് വിറ്റ് കാശാക്കണം. അത് നമ്മൾ മാസമായി പോകുമ്പോൾ ഏത് രീതിയിലാണ് പ്രൈസിങ് എന്നുള്ളത് നിർണ്ണയിക്കാനാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അതിനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്നുള്ള ആൾക്കാരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. താങ്ക് യു.